എടാ കഴുതേ, ഞാനത് കുടുങ്ങിയിരിക്കുകയാണ്. എന്നാ പിന്നെ ഞാൻ പൊക്കിയെടുത്ത വന്നേ. ഈ നടുറോടി നിങ്ങൾ എന്ത് സർക്കസായി കാണിക്കുന്നേ? ഹലോ മേഡം. എന്താ ബണ്ണി ഇത്? സോർദാറാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ലല്ലോ. അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മേഡം, അവിടെ അവൻ എന്തോ ജോലിയിലാണ്, അതുകൊണ്ടാ ഫോൺ എടുക്കാൻ പറ്റാത്തത്. ശരി ശരി, ഓക്കെ. ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. ആ പെയിന്റേഴ്സ് ഉണ്ടല്ലോ, അവരെ ആരും തല്ലി. അതുകൊണ്ട് അവർക്ക് ഇന്ന് വരാൻ പറ്റില്ല. ഈ ലോക്ക് എന്താ പൊട്ടാത്തത്? നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത വസ്തു ഏതാണോ അതിനുവേണ്ടി നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് കയ്യിൽ കിട്ടില്ല. സംശയമുണ്ടോ? നിങ്ങൾ മാന്യൻ, ബുദ്ധിമാൻ, വലിയ ജ്ഞാനി എന്നൊക്കെ നിങ്ങളാണ് കരുതുന്നത്. പക്ഷേ നിങ്ങൾ കരുതകളാണ്. ബോംബ് വെച്ച് പൊട്ടിച്ചാൽ പോലും ഈ ലോക്കർ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. അതെ, ഇത് ഈ താക്കോൽ ഉപയോഗിച്ച് മാത്രമേ തുറക്കാൻ പറ്റൂ. പൊന്നപ്പാ, ആ താക്കോൽ എടുക്ക. ഓക്കേ തങ്കപ്പാ. കൊച്ചലിയ കേസ്. ഇവരെത്ര നന്നായിട്ടാ കൊച്ചലിയ സ്കേറ്റിംഗ് ചെയ്യുന്നത്. എടാ, ഇത് പ്രശംസിക്കാനുള്ള സമയമല്ല, അവരെ പിടിക്കാനുള്ള സമയമാണ്. സംശയമുണ്ടോ? സോർദാറേ, നീ എന്താണ് കാണിച്ചത്? പൊട്ടിപ്പോയ പട്ടം കൊടുങ്കാറ്റിപ്പെട്ട അവസ്ഥയായി പോയല്ലോടാ ഞങ്ങളുടേത്. സംശയമുണ്ടോ? അല്ല പോപ്പട്ടെ, നീ എവിടെയാണ് പട്ടം കണ്ടത്? എടാ, ആ പിള്ളേര് ഓടി രക്ഷപ്പെടുകയാണ്. എടാ, അവിടെ നിക്കടാ, ഞാൻ ഇപ്പൊ താഴെ വീഴും. നീ തത്തയടാ തത്ത, നിനക്ക് പറന്നൂടെ? വേഗം പറന്നു വാ. അത് ശരിയാണല്ലോ. അനിയ, ദാ നമ്മുടെ വീടെത്തി. അകത്തേക്ക് ചാടിക്കോ. എല്ലാം നന്നായി ചെയ്യണം. ശരി ശരി, സ്വന്തം വീടാണെന്ന് കരുതി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം. കൊള്ളാം, നിങ്ങൾ നല്ലവരാണ്, കുശീലകരാണ്, സുമുഖരാണ്. അതിലുപരി നിങ്ങൾ പെയിന്റേഴ്സേ അല്ല.
ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ്. അതെ മതി മതി, ഇനിയെങ്കിലും വേഗം പണി തുടങ്ങാൻ നോക്ക്. ആയിക്കോട്ടെ, ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. വേണ്ട, ആദ്യം ഡ്രോയിങ് റൂം ചെയ്താൽ മതി. സത്യത്തിൽ ഇതൊരു വലിയ വീടാണ്. ഞങ്ങൾ കൊണ്ടുവന്ന പെയിന്റും കുറവാണ്. ഇപ്പൊ നമുക്ക് ജോലി ആരംഭിക്കാം. നിങ്ങൾ പോയി കുറച്ച് പെയിന്റ് വാങ്ങിക്കൊണ്ടുവരൂ പ്ലീസ്. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? കൊണ്ടുവരാം. ഇനിയിപ്പോ പുറത്തെ പൊടിയൊക്കെ സഹിച്ച് പെയിന്റ് വാങ്ങാൻ പോകണം. അല്ല, അതിന് നീ എന്തിനാ പെയിന്റ് വാങ്ങാൻ പോകുന്നത്? കാരണം സോർദാറാണ് പെയിന്റിംഗ് ചെയ്യിക്കുന്നത്. പോപ്പട്ടിന് പെയിന്റിന്റെ ടിൻ പൊക്കാൻ കഴിയില്ല. പിന്നെ ഹണിയാണെങ്കിൽ ഏത് പെയിന്റ് വാങ്ങിച്ചൊന്നും അറിയില്ല. കാരണം തലയിൽ ആൾ താമസം ഇല്ലല്ലോ. എടാ, എന്റെ തലയിൽ ആവശ്യത്തിന് തലച്ചോറുണ്ട്, കഴുതയുടേതാണെന്ന് മാത്രം. അയ്യോ, ഈ ടിന്നെന്താ തുറക്കാൻ പറ്റാത്തത്? അയ്യോ അയ്യോ, സോറി, ഞാൻ വൃത്തിയാക്കി തരാം. എന്റെ അമ്മോ, അയ്യോ. എന്താ പെയിന്റ് പോകുന്നില്ലേ? എന്നാ പിന്നെ വലിച്ചു പിഴിഞ്ഞെടുക്കേ. താൻ എന്തുവാണ് ഈ കാണിക്കുന്നേ? നിറം ഒരു തത്തയുടെ തിരിച്ചറിയൽ രേഖയാണ്. ഇനി ആ രേഖ പോയി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഒരു അസ്തിത്വം ഉണ്ടാവില്ല. താൻ എന്നെ ഓന്തിനെ പോലാക്കി മാറ്റിയല്ലോ. സംശയമുണ്ടോ? നീ പോയി കുളിക്കാൻ നോക്ക്. വെള്ളം നിന്റെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി തിരിച്ചു കിട്ടും. ഈ നിറം എങ്ങാനും പോയി കഴിഞ്ഞാൽ എന്റെ അമ്മ പോലും എന്നെ തിരിച്ചറിയില്ല. സംശയമുണ്ടോ? ആ? ഞാൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. നീ ഇപ്പൊ ചെയ്തതാണ് ശരി. ഈ ഏഞ്ചൽ പറയുന്നൊന്നും നീ കേൾക്കണ്ട. സ്വന്തം കൂട്ടുകാരെ വേദനിപ്പിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല ഹണി. ഞങ്ങളോട് നീ ലൈസൻസ് ചോദിക്കുമല്ലേ? അയ്യോ, രക്ഷിക്കണേ. ഹണി രക്ഷിക്കേ. ഏയ്, ഹണി എന്തിനാ രക്ഷിക്കുന്നേ? ഈ ഹണി എന്താ നിന്റെ ബന്ധുവോ മറ്റോ ആണോ? അയ്യോ അയ്യോ ഹണി, നീ എന്താ നോക്കി നിൽക്കുന്നേ? വേഗം വാ. വേണ്ട, പോണ്ട. താങ്കൾ ഒരു മാന്യൻ, സുന്ദരൻ, സംസ്കാരമുള്ളവൻ. താങ്ക് യു. ഒരിക്കലും അല്ല. നിങ്ങൾ ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആണെന്നാ ഞാൻ പറഞ്ഞേ. നിങ്ങൾ നിയമം കയ്യിലെടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഇടികൊണ്ടുള്ള ശിക്ഷ തരാൻ പോവുകയാണ്. അയ്യോ. എടാ സോർദാറേ, ആ എല്ലിൻ കഷ്ണം കളഞ്ഞേക്ക്. അല്ലെങ്കിൽ യുവമാരിൽ നമ്മുടെ എല്ല് കഷ്ണങ്ങളാക്കും. സംശയമുണ്ടോ? സോറി, ഞാൻ എല്ലും കഷ്ണം എടുക്കാൻ പോയതാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല കുട്ടികളെ, എനിക്ക് നിങ്ങളോട് ഒരുപാട് മുല്ലപ്പെരിയാറിന്റെ കാര്യം ചർച്ച ചെയ്തിട്ട് ഇപ്പൊ എന്തായി? ആ കള്ളന്മാരെന്റെ കയ്യിൽ നിന്ന് കാർ അടിച്ചോണ്ട് പോയി. ആരും കൈയടിച്ചേക്കല്ലേ. തന്നെ പരിചിതം ഷെയ്ഖാണോ? അല്ല, ഒരു താടിക്കാരനാ കാർ ഡ്രൈവിന് വേണ്ടി കൊണ്ടുപോയതാ. പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടേ ഇല്ല. സാർ മഹാൻ, അടിപൊളി, മഹാമനസ്കൻ. ഒരുപാട് നന്ദിയുണ്ട് ബണ്ണി. അല്ലേ അല്ല സാർ, ഇതിലൊന്നും തന്നെയല്ല. കൺമുന്നിൽ ആരോ കാറ് കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെ നിന്ന് കരയുകയാണോ? എന്താ ഒന്നും ചെയ്യാഞ്ഞേ? അതെ, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യൂ. എന്റെ ഭായ്, ഒരു പ്രയോജനമില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അവിടെയാണെങ്കിൽ ഇൻസ്പെക്ടർ പാണ്ഡെ ടി വി ആരോ അടിച്ചോണ്ട് പോയി. ആരോ സിറ്റി മുഴുവൻ മോഷ്ടിക്കുകയാണ്. ആരാ, ഷെയ്ക്കാണോ അതോ താടിക്കാരനാണോ? ഇവർ രണ്ടുപേരുമല്ല, വേറെ ആരോ ആണ്. എന്നെ പെണ്ണിന്റെ വേഷത്തിൽ വന്നാണ് പറ്റിച്ചോണ്ട് പോയത്. അതിലിപ്പോ ഇത്ര ചിരിക്കാൻ എന്താ ഉള്ളത്? എടാ, ഞാൻ കരയാണടാ. ആ, അവൻ സൂത്രശാലിയാണ്. മുന്നിൽ നിന്നാണ് ഫോൺ ചെയ്യുന്നത്. അതെന്തിനാ മുന്നിൽ നിന്ന് ഫോൺ ചെയ്യുന്നത്? എന്റെ ഭായ്, OMX-ൽ പഴയ സാധനങ്ങളുടെ ആഡ് ഇട്ട് കഴിഞ്ഞാൽ അവൻ ഫോൺ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതാണ് പതിവ്. നിനക്ക് ഇത്ര ബുദ്ധിമുട്ടായിട്ട് പോലും പറ്റിക്കപ്പെട്ടോ? കൊച്ചലിയാ, പോപ്പട്ടെ, സോർദാറേ. ദാ ഇവിടെ ആരോ എന്റെ നെയിം പ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങൾ വന്ന് നോക്ക്. നീ എന്താ മണ്ടരാന്നോ? അല്ല, ഞാൻ ചെറിയൊരു കഴുതയാണ്. അത് തന്നെയാ നെയിം പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത്.
ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. കാരണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നിന്നാ അത് ചിലപ്പോ ഇവൻ താങ്ങിയെന്ന് വരില്ല. അതുകൊണ്ടാ. എടാ മണ്ട, ഇത് നെയിം പ്ലേറ്റ് ഒന്നും അല്ല. ഏതോ ഒരു തെമ്മാടി നിന്നെ കളിയാക്കിയതാണ്. കഴുതേന്ന് എഴുതിയിരിക്കുന്നേ, കഴുത. ആ അതിനിപ്പോ എന്താ, ഞാൻ കഴുതയാണല്ലോ. നീ കഴുതയല്ല, മരമണ്ടൻ, പമ്പര വിഡ്ഢി, തലച്ചോറില്ലാത്തവൻ. അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നീ അങ്ങനെയല്ല, അതല്ലേ? നീ അങ്ങനെയാണ്. നെയിം പ്ലേറ്റ് ചെറുതായിരിക്കും. ഇത് മതിലാരോ വൃത്തികേടാക്കിയതാണ്. എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് മുഴുവൻ വൃത്തികേടാക്കി വെച്ചു. മതില് മുഴുവൻ ഇനി പെയിന്റ് അടിക്കേണ്ടി വരുമല്ലോ ദൈവമേ. സോർദാറിന് സംശയമുണ്ടോ? ഞാനെന്തിനാ പെയിന്റ് അടിക്കേണ്ടത്? കാരണം നീയാണല്ലോ സ്ഥിരം ചെയ്യുന്നത്. ഇനി എപ്പ പെയിന്റ് അടിക്കേണ്ടി വന്നാലും അത് നിന്റെ ഉത്തരവാദിത്തമാണ്. ബ്രഷ് നിന്റേതായിരിക്കും, മാത്രമല്ല പെയിന്റും നിന്റേതായിരിക്കും. നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ എങ്ങും കിട്ടില്ല. സംശയമുണ്ടോ? ഹണി, ഞാനൊരു കാര്യം പറയട്ടെ. അയ്യോ, വെള്ളം താഴെ പോയി. കിട്ടി, ആ ബക്കറ്റിൽ വെള്ളം നിറച്ച് തരാമോ പ്ലീസ്? ഞാനിവിടെ നനഞ്ഞു കുളിച്ചിരിക്കുക. നിനക്ക് വെള്ളത്തിന്റെ ചിന്തയാണല്ലേ? വെള്ളമില്ലാതെ ഇതിന്റെ മുകളിലുള്ള അഴുക്ക് മുഴുവൻ ഉടച്ചു കളയാൻ പറ്റില്ലല്ലോ. ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേക്ക്. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാൻ കിട്ടി. മേഡം എന്നോട് ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കണമെന്ന് ഇന്ന് പറഞ്ഞിട്ടാ പോയത്. അയ്യോ കിറ്റി, നീയോ? സോറി, ഞാൻ ഈ ബെഡ് ഒന്ന് ഉണക്കിയെടുക്കുമായിരുന്നു. അതിന്റെ കാര്യമൊക്കെ ഇവിടെ ഇന്ന് നമുക്ക്. ആ ശരി ശരി, നമുക്ക് പിന്നീട് സംസാരിക്കാം. അയ്യോ, ഇവൾക്കെന്താ ഈ പറ്റിയേ? ആഹാ, അല്ല, ആരാ ഇത്? കിറ്റിയോ? സുഖമാണോ? കൊള്ളാലോ. നിനക്ക് സംസാരിക്കാനുള്ള സമയമൊക്കെ ഉണ്ടോ? സമയം ആരുടെയും കയ്യിൽ ഉണ്ടാവാറില്ല കിറ്റി. നമ്മൾ സമയം ഉണ്ടാക്കാറാണ് പതിവ്. എപ്പോഴും ആവശ്യമില്ലാതെ ഇങ്ങനെ സാഹിത്യം പറഞ്ഞോണ്ട് നടന്നോളൂ. അയ്യോ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഞാൻ എപ്പോഴും കുറച്ച് സാഹിത്യം വിളമ്പിയിട്ടേ പോകാറുള്ളൂ. ഇതിപ്പോ ഫ്രീ ആയിട്ട് വിളമ്പതാണോ അതോ ഇതിന് വല്ല കാശും കിട്ടോ? കിറ്റിക്ക് എന്താ ഇത്ര ചൂട്? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? നിങ്ങളല്ലേ ഡോക്ടർ ബാലുവിന്റെ വീട് പെയിന്റ് അടിച്ചു കൊടുക്കാന്ന് വാക്ക് കൊടുത്തത്? എന്നിട്ട് ഞാൻ ഓൺലൈനിൽ നിങ്ങൾക്ക് വേണ്ടി പെയിന്റ് ബ്രഷ് ഓർഡർ ചെയ്തു. ഇവിടെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ? ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ഒന്നുമില്ല. ഇന്ന് മുതൽ നിങ്ങളോടുള്ള കൂട്ടുകെട്ട് ഞാൻ നിർത്തി. ഞാൻ പോവാ. എടാ ദുഷ്ട, മടിയ, അലസ. ഞാൻ അങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും തോന്നാറുണ്ട്. പക്ഷെ ഇതിൽ നിനക്ക് ഒരു സംശയവും ഇല്ല. അത് തന്നെയല്ലേ നീ പറയാൻ വന്നത്? അല്ല, ഞാനിപ്പോ പറഞ്ഞത് തന്നെ പറയാൻ വന്നത്. നീ ഇതൊക്കെയാണ്. ഫ്രൂട്ട്സ് തള്ളാൻ വേണ്ടിട്ടേ കുറച്ച് ശക്തിയുടെ ആവശ്യമുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് വരാ. ഇവിടെ വരൂ. ഈ ഫ്രൂട്ട്സ് രോഗികൾക്കുള്ളതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒരു രോഗിയാക്കി മാറ്റും. പറഞ്ഞേക്കാം. എന്നിട്ട് കഴിക്കാം. ഇതേ ഫ്രൂട്ട്സ് തരും. കാർ കേടാക്കിയതല്ലേ, ഇനി നിങ്ങളത് നന്നാക്കി തരണം. വരൂ, വേഗം തള്ളിക്കോ. വാഹണി, എങ്ങോട്ട് വരാനായി പറയുന്നേ? എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അയ്യോ, ഞാനിപ്പോ കാണിച്ചത് വലിയ തെറ്റായി പോയി. എന്തോന്ന് തെറ്റ്? ഇതൊക്കെ ഒരു രസമല്ലേ? അയ്യോ, മാറിക്കോ. ടെമ്പോയുടെ ബ്രേക്ക് പോയിരിക്കാണ്. വേഗം മാറിക്കോ. എന്റെ അമ്മോ, മിക്കവാറും ആ ടെമ്പോ ആരുടെയെങ്കിലും ദേഹത്ത് പോയി ഇടിക്കും. അതിനെ പിടിച്ചു നിർത്താൻ പാടാ. അയ്യോ, ആ വണ്ടിയെ ഞാൻ പിടിച്ചു നിർത്താം. മാറിക്കോ. സമാധാനത്തോടൊന്നും കഴിക്കാനും സമ്മതിക്കില്ല. മാറിയിരിക്കേ, ഈ വണ്ടി ഞാൻ നോക്കിക്കോളാം. ഇടോ, ഇതിന്റെ ബ്രേക്ക് പോയിരിക്കാണ്. മാറിയിരിക്കേ. ഈ വണ്ടി ഇന്ന് എവിടെയെങ്കിലും ചെന്നിടിക്കും. ഉറപ്പായിട്ടും ഇടിക്കും. ഹണി, ലെഫ്റ്റിലുള്ള കൊണ്ടുവഴി റോഡിലൂടെ വിട്ടോ. അയ്യോ, താനെന്താ ചിരിക്കുന്നോ? അയ്യോ, എന്റെ വെല്ലുവിളിയാ, ധൈര്യശാലി, വലിയ ബുദ്ധിമാൻ, വലിയ ധീരൻ. ഇതൊന്നും അല്ലെന്നല്ലേ എനിക്കറിയാം. അതേ വെല്ലുവിളിയാ, നീയാണ്
എത്ര പേരുടെ ജീവനാണ് നീ ഇന്ന് രക്ഷിച്ചത്? ആഹാ. ഞാനാണ് രക്ഷിച്ചത്, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അത്. മനസ്സിലായോ? ആ വാള് ഞാൻ തന്നെ സ്വന്തമാക്കിയിരിക്കും. എവിടെ വാള്? ആ വാളോടെ പോയി. മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കിട്ടുന്നതിലല്ല ശരിക്കും പ്രാധാന്യമുള്ളത്. എന്നാൽ ശരി, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം തീർക്ക്. അപ്പോഴേക്കും ഞാനിതൊക്കെ തീർത്ത് വെച്ചേക്കാം. എനിക്കെന്റെ വാള് വേണം. വാളൊന്നും ഇല്ല മോനെ, ഇതൊരു ട്രാപ്പാണ്. പക്ഷെ എന്റെ ബോഡി ഗാർഡ്സിന്റെ കയ്യിൽ വാളുണ്ടല്ലോ. അറ്റാക്ക്! എന്നെ കളിയാക്കുന്നോ? നിക്കാനാ പറഞ്ഞു, തന്നെ ഞാൻ വിടില്ല. നിക്കേ. നിങ്ങൾ മനസ്സമായിട്ട് കഴിക്കാൻ സമ്മതിക്കില്ലേ? താനിങ്ങി അടുത്തോട്ട് വന്നേ. എന്റെ പിള്ളേരെ, ഞാനൊരു നാടക നടനാണ്. 1000 രൂപ തരാന്ന് പറഞ്ഞപ്പോൾ ചാടിക്കേറി അഭിനയിക്കാൻ കയറിയതാ. എന്നെ ഒന്നും ചെയ്യല്ലേ. മതിയാക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് നോക്കിക്കോളും. സാറിന്റെ പോലീസ് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം എന്തിനാ നോക്കുന്നേ? ഈഷ്, കാരണം തുടക്കത്തിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യവും തീർത്ത് വെക്കാനല്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ യൂട്യൂബിൽ കണ്ട സിനിമയാണ് മുല്ല. വീട്ടിനകത്ത് കയറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കന്നാ സാറേ, താങ്കൾ സുന്ദരനാണ്, സുമുഖനാണ്, നല്ലൊരു മനുഷ്യനാണ്, ഈ സിറ്റിയുടെ അഭിമാനമാണ്. സത്യത്തിൽ അങ്ങ് ഒരു കന്നേ അല്ല. പിന്നെ നിനക്കെന്താ ഖുറാനാണെന്നാണോ തോന്നുന്നത്? അയ്യോ അല്ലല്ല, താങ്കൾ ഞങ്ങളുടെ സ്നേഹനിധിയായ ഖന്നയാണ്. സാർ ഞങ്ങളെ ചായ കുടിക്കാൻ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? പിള്ളേരെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഐസ്ക്രീം വാനില. പോകാം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എടാ, ശരിക്കും കഴിക്കാന്നല്ല പറഞ്ഞ, ഇത് കവിതയാണ്. മുഴുവൻ കേക്ക്. നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഐസ്ക്രീം വാനില. നിങ്ങളുടെ അടവുകളൊന്നും എന്റെ അടുത്ത് നടക്കില്ല. കൊച്ചളിയ, അഥവാ നമുക്ക് വളഞ്ഞ വഴിക്ക് കാര്യം സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നേർവഴിക്ക് തന്നെ പോകേണ്ടി വരും. ആഹാ, അടിപൊളി. പഴമക്കാരെല്ലാം പൊറുക്കണേ. ഇനിയിപ്പോ പഴഞ്ചൊല്ലുകളുടെ എല്ലാം ഗതി അധോഗതിയാകാൻ പോവുകയാണ്. ഇത് പഴഞ്ചൊല്ലല്ല, ഐഡിയയാണ്. ദാ കണ്ടോ? അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്നെ ചിരിപ്പിച്ച് കൊല്ലുന്നേ. മര്യാദയ്ക്ക് ഇവിടെ നിൽക്കി. ഇതെന്റെ വാണിംഗ് ആണ്. ഏയ് കിറ്റി, നീ എത്ര സുന്ദരിയാണ്, ക്യൂട്ടാണ്, ചാമ്പിംഗ് ആണ്. അതായത് നീ ഇപ്പൊ കിറ്റിയേ അല്ല, അപ്പൊ ഞാനാരാ? പ്രിറ്റിയാണ്. പ്രിറ്റി ഫ്ലവർ ഫോർ യു. എടാ, ഒന്ന് നിക്ക്. തനിക്ക് കോൾഡ് കോഫി കുടിച്ചുകൂടായിരുന്നു. കൊള്ളാം, നോക്കിക്കേ. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന വിമാനം പോലും ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ നേരെ താഴേക്കിറങ്ങും. സംശയമുണ്ടോ? സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ താഴേക്ക് വന്നത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇവിടെ ഈ സണ്ണി എന്നുള്ളവൻ എവിടെയാ ഉള്ളത്? അല്ല, ഇത് നമ്മുടെ രണ്ടാമത്തെ സണ്ണിയല്ലേ? ഞാനാണ് ആദ്യത്തെ സണ്ണി, അവൻ രണ്ടാമത്തെ സണ്ണിയാണ്. ഞാൻ ചെയ്യുന്നതിനൊക്കെ അവനാ ക്രെഡിറ്റും കൊണ്ട് പോകുന്നത്. ശരിയാ, ഇന്ന് അതിന്റെ ക്രെഡിറ്റ് വാങ്ങും, നാളെ ക്യാഷ് വാങ്ങും, നാളെ നിങ്ങളുടെ പേരിലുള്ള വീട്, കാറ്, ബാങ്ക് ബാലൻസ് എല്ലാം അവനെടുക്കും. അവസാനം നിങ്ങൾ പെരുവഴിയിലാകും. ഇല്ല, പക്ഷേ ഞങ്ങൾ അതിന് അവനെ അനുവദിക്കില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട.
സണ്ണി നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഞങ്ങളുടെ ഏരിയയിലുള്ള സണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന്? ഇന്റർനെറ്റിലൂടെ. പക്ഷേ ഇന്റർനെറ്റിലുള്ള സണ്ണി നിങ്ങളല്ലേ? എടാ, ഇന്റർനെറ്റിലുള്ള ഈ വീഡിയോയിലൂടെയാ ഞാൻ അറിഞ്ഞത്. നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഒരു ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ന്യൂസ് കണ്ടാൽ നിങ്ങളുടെ ഫ്യൂസ് അടിച്ചു പോകുന്നതാണ്. ആകാശം എന്ന മരത്തിൽ നിന്നും ഭൂമി എന്ന വെള്ളത്തിലേക്ക് ചാടുന്ന സണ്ണി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എന്ന കായം നമ്മുടെ സ്റ്റുഡിയോ എന്ന സാമ്പാറിലേക്ക് ഇടുന്നതാണ്. ഹായ് എവരിവൺ, ഞാനാണ് സണ്ണി.